ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ കഴിഞ്ഞ 7 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ചർച്ചകളിലും പ്രോഗ്രാംസിലും പ്രതിഷേധ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം BJP ലക്ഷ്യം വെച്ച ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഇവിടുത്തെ ന്യൂനപക്ഷ ഇടങ്ങളിലിടയിലേക്ക് കടന്നു വരുവാൻ ഒരു വഴി ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ച് അതിലൂടെ കടന്നു കയറുക എന്ന ലക്ഷ്യം അവർ അത്തരത്തിലൊരു സ്പ്ലിറ്റ് ഇവിടെ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. അതിൽ ചെറിയൊരു ഭാഗം തൃശ്ശൂർ അവർക്ക് നേടാൻ സാധിച്ചു. തൃശ്ശൂരോ കുറച്ച് ഭാഗങ്ങളിൽ എവിടേക്കോ കുറച്ച് നേടാൻ സാധിച്ചു എന്ന ഘട്ടത്തിൽ അത് മുഴുവൻ കൈവിട്ട് പോകും എന്ന ഒരു സിറ്റുവേഷൻ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ അതിൻ്റെ അങ്കലാപ്പിലാണവർ. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 7 ദിവസമായി പല സ്ഥലങ്ങളിൽ വെച്ചും മാധ്യമങ്ങളിൽ പല രീതിയിലും സുരേഷ് ഗോപി അവിടുത്തെ MP ആണ്, സുരേഷ് ഗോപിയുമായി സംസാരിക്കാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം ഇന്നേ വരെ ഒരു വാക്കുപോലും വേണ്ടിയിട്ടില്ല. അദ്ദേഹം ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്ന ആൾ ഈ സുരേഷ് ഗോപിയാണ്. ഇന്നായാലും രാജീവ് ചന്ദ്രശേഖരും വന്ന ശേഷം വളരെ രഹസ്യമായി തനിച്ചാണ് ആൻഡ്രൂസ് താഴത്ത് പിതാവുമായി സംസാരിക്കുന്നത്. ഞങ്ങൾ ആൻഡ്രൂസ് താഴത്തിൻ്റെ നിലപാടിനെ എന്നും എതിർത്തിട്ടുള്ള ആളുകളാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ BJPയുമായി ഒരു സമവായ ശൈലിയിൽ മുന്നോട്ട് പോകുന്നത്, എന്തുകൊണ്ടാണ് സമവായ ശൈലിയിൽ സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇവരൊക്കെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ പോലീസ് അവിടുത്തെ കേന്ദ്ര ഏജൻസികളുടെ NIA ED ഒക്കെ ബന്ധപ്പെട്ട പല ഏജൻസികളുടെയും നിഴലിൽ നിൽക്കുന്ന മുൻ ഇവിടുത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആലഞ്ചേരി അടക്കം ഇത്തരത്തിൽ നിഴലിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ തരത്തിലുള്ള കേക്കുമായി നമ്മുടെ മെത്രാസന മന്ദിരങ്ങളിൽ ഇവർ കയറിയിറങ്ങുകയും അവിടെ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷം ഈ മോദി സർക്കാരിൻ്റെ ഭരണത്തിൽ സുരക്ഷിതരാണെന്ന് പ്രസ്താവന ഇറക്കുകയും ചെയ്തത്. അതിനെതിരെ ശക്തമായ നിലപാടുമായി ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ രംഗത്തുണ്ടായിരുന്നു. ഇവിടുത്തെ മെത്രാന്മാർ പറയുന്നതല്ല സത്യമെന്നും ഇവിടുത്തെ വിശ്വാസികളും ഇവിടുത്തെ ക്രൈസ്തവരും ഇതിന് കൃത്യമായി വിവരങ്ങൾ അറിയുന്നുണ്ട് എന്നും ഞങ്ങൾ കൃത്യമായി പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. 2013 റിപ്പോർട്ട് ചെയ്യപ്പെട്ട അക്രമങ്ങൾ 100-ലധികം മാത്രമായിരുന്നുവെങ്കിൽ 2025 വരുമ്പോൾ അതിൻ്റെ 8 ഇരട്ടി കഴിഞ്ഞിരിക്കുന്നു. 2024 853ഓളം അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ആയിരങ്ങളാണ്. ഇവിടുത്തെ ഇന്ത്യൻ പൗരന് നിലയ്ക്ക്, ഇന്ത്യത്തെ സാധാരണ പൗരന് നിലയ്ക്ക് അവൻ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷിക്കണം, എങ്ങനെ എവിടേക്ക് യാത്ര ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് സംഘപരിവാറിൻ്റെ തീവ്രവാദി സംഘടനകളാണ് എന്ന് വരുന്ന അവസ്ഥ. അവർ വിചാരണകൾ നടത്തുന്നു. അവർ പോലീസ് സ്റ്റേഷനിലാണ് വിചാരണ നടത്തുന്നത്. പോലീസുകാർ കൈ കെട്ടി നോക്കി നിൽക്കുന്നു. ആ പെൺകുട്ടികളെ അടിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ മൊഴി മാറ്റി പറയിപ്പിക്കുന്നു. അവർ വീണ്ടും വീടുകളിലേക്ക് എത്തിയതിനു ശേഷം അവർ കൃത്യമായി മാധ്യമങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്, ഞങ്ങളെ ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്, ഞങ്ങളുടെ മാതാപിതാക്കളുടെ അനുവാദമുണ്ട്, ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്. പക്ഷേ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് നിതീഷ് പറഞ്ഞ പോലെയല്ല, ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസിൽ വന്നത് ഹ്യൂമൻ ട്രാഫിക് മാത്രമല്ല, പ്രോസ്റ്റിറ്റ്യൂഷൻ വരെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകൾ ഈ സ്ത്രീകളെ കൊണ്ടുപോകുന്നത് അതിനു വേണ്ടിയാണെന്ന് വരെ. അപ്പോൾ അത്രമാത്രം വിദ്വേഷ സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തുന്ന സംഘപരിവാർ അവർ എറണാകുളത്തല്ല കേരളത്തിലെ ക്രൈസ്തവരോട് കാണിക്കുന്ന മിതത്വം ഉത്തരേന്ത്യയിൽ നേരെ എതിരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ കഴിഞ്ഞ 5 നൂറ്റാണ്ടുകളായി ഭാരതത്തിൽ പ്രവർത്തിക്കുന്നു. 1947 ശേഷം ഈ 75 വർഷത്തിനിടയ്ക്ക് കത്തോലിക്കരുടെ എണ്ണം കുറയില്ലാതെ കൂടിയിട്ടില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇവിടുത്തെ ആദിവാസി സമൂഹങ്ങൾ, ദരിദ്ര വിഭാഗങ്ങളെ ഉന്നമനത്തിനും അവർക്ക് വിദ്യാഭ്യാസത്തിനും അവർക്ക് ഭക്ഷണത്തിനും അവർക്ക് ജോലിക്കും അവരുടെ ആശുപത്രി ഹോസ്പിറ്റൽ സൗകര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന മിഷണറികളെ ഇവർ എന്തിനാണ് ഭയപ്പെടുന്നത്? അവർ ഉന്നമനത്തിലേക്ക് വന്നാൽ, അവർ ഈ ഭാരതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വളർന്നു വന്നാൽ, അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചാൽ ഇവർ അവരെ അടിമകളായി വെച്ചുകൊണ്ടിരിക്കുന്നത് നടക്കാതെ പോകും. ഈ തരത്തിലുള്ള മിഷണറി പ്രവർത്തനം നടത്തുന്ന സിസ്റ്റേഴ്സിനോടൊപ്പം അല്ലെങ്കിൽ അവരോടൊപ്പം ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, അല്ല അവരോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത്? ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ സിസ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഈ സംഘപരിവാറിൻ്റെ ഏതെങ്കിലും സംഘടനകൾക്ക് സാധിക്കുന്നുണ്ടോ? കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്ന മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സാണ് ഇവർ. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ സിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ഒന്നിങ്ങനെ നേഴ്സുമാരോ ലാബ് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ
ഇതിൽ പെടുന്ന ഈ സിസ്റ്റർ വന്ദനയുടെ ഒരു സിസ്റ്റർ അനീതി സിസ്റ്ററാണ്, ബ്രദർ അച്ഛനാണ്. ഈ സിസ്റ്ററാണ് കഴിഞ്ഞ 3 വർഷമായി വളരെ ഗുരുതരമായ ഒരു രോഗത്തിന് അടിമയാണ്, മരുന്ന് കഴിക്കുന്ന ഒരു സിസ്റ്ററാണ്. ഡോക്ടർ പോലും ഇന്ന് ഹൈബിയഡൻ പറയുന്നുണ്ട്, ആ ഡോക്ടർ നേരിട്ട് ഹൈബിയഡനെ വിളിച്ചു പറഞ്ഞു എന്ന് പറയാം. ആ സിസ്റ്റർ നിലത്താണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ വളരെ പ്രശ്നമുണ്ടാക്കും. അതിനെന്തെങ്കിലും സജ്ജീകരണം MP ഇടപെട്ട് ചെയ്തു കൊടുക്കണം. അവരുടെ ആരോഗ്യം, അവരുടെ ജീവന് തന്നെ അത് ഭീഷണിയാണ്. ഇവർ ഒരു പാർക്കിൻസ് രോഗം കൈ വരയ്ക്കുന്ന സ്റ്റാൻ സ്വാമിക്ക് വെള്ളം കുടിക്കാൻ വെള്ളം തുളുമ്പി പോകും എന്നുള്ളത് കൊണ്ട് ഒരു സ്ട്രോ ചോദിച്ചിട്ട് കൊടുത്താതെ കൊന്ന വ്യക്തികളാണ് ജയിലിലിട്ട്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. ഈ സിസ്റ്റർമാരെയും പുറലോകം കാണിക്കാതെ എങ്ങനെയെങ്കിലും അവിടെ കൊല്ലപ്പെടണം, അവിടുത്തെ സംഘപരിവാറിന്റെ അനുയായികളെ തൃപ്തിപ്പെടുത്താൻ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അമിത്ഷാ നേരിട്ട് ഇന്നലെ MP മാരോട് പറഞ്ഞതാണ്, നാളെ ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കില്ല. ഫസ്റ്റ് പറഞ്ഞ ആൾ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്ന് നേരിട്ട് കേട്ട ആൾ പറയുന്നു, അദ്ദേഹം പറഞ്ഞു എന്ന് പറയാം. ഒരു ഗവൺമെന്റ് ഒരു ജാമ്യാപേക്ഷ എതിർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കോ അമിത്ഷായ്ക്കോ കഴിയില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. ഇവിടുത്തെ ഏത് ഗവൺമെന്റിനെയും അത്തരത്തിൽ നിയന്ത്രിക്കാൻ ആ ഗവൺമെന്റ് ഭരിക്കുന്ന പാർട്ടി നേതൃത്വത്തിനും സാധിക്കും. അവർ അത് പറഞ്ഞതനുസരിച്ച് ചെയ്യാതിരിക്കുന്നത് അവരുടെ സംഘപരിവാർ ഹിഡൻ അജണ്ട നടപ്പാക്കുന്നതിന് തടസ്സമാകുമെന്നുള്ളത് കൊണ്ടാണ്. കാരണം നാളെ വിധി പറയുമ്പോൾ ചിലപ്പോൾ ജാമ്യം ലഭിക്കുമായിരിക്കാം എന്നുള്ളത്. കാരണം ഇന്ന് നമുക്ക് വാദിക്ക് വേണ്ടി ഹാജരായ വക്കീലന്മാർ കൃത്യമായ രേഖകൾ, അതായത് ഈ പേരൻസിന്റെ സമ്മതപത്രം, ഇവർ 18 വയസ്സായി എന്നുള്ളതിൻ്റെത്, കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയി എന്നുള്ളതിൻ്റെ മുഴുവൻ രേഖകളും കൃത്യമായി കോടതി ഹാജരായിട്ടുണ്ട്. അതുകൊണ്ട് ഹ്യൂമൻ ട്രാഫിക്കും ഒന്നും അവിടെ മതപരിവർത്തനവും നിലനിൽക്കില്ല. കാരണം അവർ CSI ക്രൈസ്തവ സമൂഹത്തിന്റെ അംഗങ്ങളാണെന്നുള്ള രേഖയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും അവസാന നിമിഷമാണ് പ്രോസിക്യൂഷൻ ഇത്തരത്തിലുള്ള വാദം ഉന്നയിച്ചത്. കേസ് തുടക്കത്തിലാണ്, അതിന്റെ പ്രാരംഭഘട്ടമാണ്. അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കരുത്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇവരുടെ കയ്യിൽ, പ്രത്യേകിച്ച് തെളിവുകളില്ല. കേസ് ആരംഭഘട്ടത്തിലാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത്. എനിക്ക് ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വത്തിന്റെ നിലപാടിനോട് എന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവർ ഈ സംഘപരിവാറിന്റെ ഹിഡൻ അജണ്ടകൾ മനസ്സിലാക്കാതെ ഇവരെടുക്കുന്ന മൃദു സമീപനം പലപ്പോഴും ഇവിടുത്തെ ഒരു വെല്ലുവിളിയുടെ മുന്നിൽ നിർത്തി. കാരണം ഇവിടുത്തെ ക്രൈസ്തവ ശരി റിജു കാഞ്ഞുകാരൻ, എന്തായാലും